പഹൽഗാം ഭീകരാക്രമണം ആരും മറന്നിട്ടുണ്ടാകില്ല. വിനോദസഞ്ചാരത്തിനെത്തിയ ആളുകളെ കൊന്നൊടുക്കിയ ഒരു പ്രീ പ്ലാൻഡ് അറ്റാക്ക്. ഭീകരർ എങ്ങനെ ഇന്ത്യയിലേക്ക് കടന്നു എന്നത് തുടങ്ങി ഉയർന്നു വന്ന ചോദ്യങ്ങൾ ഏറെയായിരുന്നു. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തെ ബന്ധപ്പെടുത്തി ക്രിക്കറ്റ് ലോകത്തും നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ആ ചോദ്യങ്ങൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിൽക്കുന്നു. എന്താണെന്നല്ലേ പറയാം. ദുബായ്, അബുദാബി എന്നിവിടങ്ങളിലായി സെപ്റ്റംബർ 9 മുതൽ നടക്കാനിരിക്കുന്ന ഏഷ്യ കപ്പിലെ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരത്തിൽ നിന്നും ഇന്ത്യ പിന്മാറണമെന്നാണ് ഒരു കൂട്ടരുടെ അഭിപ്രായം. എന്നാൽ മത്സരം നടക്കണമെന്ന് പറയുന്നവരുമുണ്ട്. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു: പഹൽഗാമിൽ സംഭവിച്ചത് ഇനി ആവർത്തിക്കപ്പെടരുത്, പക്ഷേ കായിക രംഗത്തിന് തടസ്സവും ഉണ്ടാകരുത്. ജൂലൈയിൽ നടന്ന WCL വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ്സിൽ പാകിസ്ഥാനെതിരെയുള്ള സെമി ഫൈനൽ പോരാട്ടത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറിയിരുന്നു. ഇപ്പോൾ ഏഷ്യ കപ്പിലും സമാന സാഹചര്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. ഇന്ത്യ പാകിസ്ഥാനെതിരെ മത്സരിക്കുമോ എന്നത് ഇപ്പോൾ ഒരു സംശയത്തിന്റെ നിഴലിലാണ്. അടുത്ത മാസം 14-നാണ് മത്സരം നടക്കുന്നതെങ്കിലും മത്സരത്തെ സംബന്ധിച്ച വിവാദങ്ങൾ ഇപ്പോഴേ കത്തുന്നു. ഇന്ത്യ പാകിസ്ഥാനെതിരെ കളത്തിലിറങ്ങണമെന്നും വേണ്ട ഇറങ്ങരുതെന്നുമുള്ള അഭിപ്രായങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ ആകെ നിറഞ്ഞിരിക്കുകയുമാണ്. സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലായിരിക്കും ഇത്തവണ ഏഷ്യ കപ്പിന് ഇന്ത്യ കളത്തിലിറങ്ങുക. സെപ്റ്റംബർ 9 ആരംഭിക്കുന്ന ടൂർണമെന്റ് 28 വരെ നീണ്ടു നിൽക്കും. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിന് മുന്നോടിയായി അതേ ഫോർമാറ്റിൽ തന്നെയായിരിക്കും ഏഷ്യ കപ്പും നടക്കുന്നത്. 2025 ഏഷ്യ കപ്പിന്റെ ഉദ്ഘാടന മത്സരം സെപ്റ്റംബർ 9 അബുദാബിയിലെ ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ അരങ്ങേറും. മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും തമ്മിൽ ഏറ്റുമുട്ടും. സെപ്റ്റംബർ 14-നാണ് ചിരവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ മത്സരം നടക്കുമോ അതോ ബഹിഷ്കരിക്കുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം.